ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അർജുൻ്റെ ഒരു ഗ്രൂമിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഒരുപാട് കപ്പിൾ വ്ളോഗ് വീഡിയോസും അതുപോലെ ഫുഡ് റിവ്യൂ വീഡിയോസും എല്ലാം നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ താടി, മുടി, മീശയൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറച്ചധികം വളർന്നത് കൊണ്ട് എല്ലാം വെട്ടി നിരത്തി ഒന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് പോയിട്ടുള്ള സെലോൺ എന്ന് പറയുന്നത് ഇൻ സ്റ്റൈൽ ഹെയർ സെലോൺ അറ്റ് വൈറ്റിലെയാണ്. പൊതുവെ അർജുൻ്റെ താടി കുറച്ച് വെക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനും അങ്ങനെ നിർബന്ധിക്കാറൊന്നും ഇല്ല വെട്ടാനായിട്ട്. അപ്പം ഇന്ന് കുറച്ച് നമ്മളൊന്ന് പോയി ഗ്രൂം ചെയ്യാന്ന് വെച്ചപ്പോൾ ഇതാണ് പുതിയ ലുക്ക്. നിങ്ങൾ തന്നെ കമൻസിൽ പറയാം കേട്ടോ, പണ്ടത്തെ ലുക്കാണോ അതോ ഈ ഒരു ന്യൂ ലുക്കാണോ കാണാൻ കൂടുതൽ ഭംഗി എന്നുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡ് അടിക്കാനായിട്ട് ഇന്നത്തെ ഡിന്നർ സ്പോട്ട് എന്ന് പറയുന്നത് ഗോകുലം ഊട്ടുപുര വെജ് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം ഇന്ന് നമ്മൾ വെജ് ആക്കാമെന്ന് വിചാരിച്ചു. അർജുൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗീ മസാല ദോശയാണ്. അങ്ങനെ മസാല ദോശ എത്തി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗീ പൊടി ഇഡ്ഡലിയാണ്. ഗീ പൊടി ഇഡ്ഡലി ഞാൻ പൊതുവെ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല, പക്ഷെ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാന്ന് വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു സർബത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മഷ്റൂം ചില്ലി ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സോസ് എനിക്ക് കുറച്ച് കൂടുതലായ പോലെ തോന്നി. എനിക്ക് ഒരുപാട് അങ്ങനെ സോസ് കറികൾ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഇതാണ് കേട്ടോ എൻ്റെ ഗീ പൊടി ഇഡ്ഡലി ഫ്രൈ എന്ന് പറയുന്നത്. നല്ലതായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫില്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു സർബത്ത് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മഷ്റൂം ചില്ലി ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നമുക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നത് 410 റുപ്പീസ് ആണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.